പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി സഹകരണ മേഖലയിലെ തട്ടിപ്പുകാരനെന്ന് CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ. പൂഞ്ഞാർ മൂന്നിലവ് സഹകരണ ബാങ്കുകളിൽ ആന്റോ ആന്റണിയുടെ കാർമ്മികത്വത്തിൽ വൻ കൊള്ള നടന്നുവെന്നും AV റസൽ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ആന്റണിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമെല്ലാം കോട്ടയം ജില്ലയിലെ കിഴക്കൻ പ്രദേശങ്ങളിൽ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് നടത്തിയ വൻ അഴിമതികളും തട്ടിപ്പും നേരത്തെ തന്നെ ഞങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ്. പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരുന്നു. സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരുന്നു. കുറേ അന്വേഷണങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. ആന്റോ ആന്റണിയുടെ സഹോദരന്മാർ, ഒരാൾ മൂന്നിലവ് ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു, മറ്റൊരാൾ പൂഞ്ഞാർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ഒരു മൂന്ന് സഹോദരന്മാരും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ പേരിൽ, കുടുംബാംഗങ്ങൾ, അവരുടെ വീടുകളിൽ ജോലിക്ക് നിൽക്കുന്നവർ, അവരുടെ സുഹൃത്തുക്കൾ, അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് എല്ലാവരുടെയും പേരിൽ വൻ തുക ലോൺ എടുത്തിട്ടുണ്ട്. മതിയായ ഈടില്ലാതെയാണ് ഈ ലോൺ നൽകിയിട്ടുള്ളത്. വസ്തുവിൻ്റെ ഒരു മതിപ്പോലേക്കാൾ 8-10 ഇരട്ടി തുകയാണ് വായ്പ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ മൂന്നിലവ് ബാങ്ക് ആണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ വെട്ടിപ്പുകളെല്ലാം പുറത്തു വന്നിട്ടുള്ളത്. അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു ആന്റോ ആന്റണിയുടെ സഹോദരൻ. അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായ അനധികൃതമായിട്ടുള്ള വായ്പകളെ സംബന്ധിച്ച് അദ്ദേഹം അടുത്ത കാലത്ത് മരിച്ചു. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് വിവരങ്ങളെല്ലാം പുറത്തു വന്നത്. ജെയിംസ് ആന്റണി. അപ്പം പലരുടെയും പേരിൽ ഇപ്പോൾ നോട്ടീസുകൾ ചെല്ലുകയും നടപടിയിലേക്കൊക്കെ പോവുകയും ചെയ്യുമ്പോഴാണ് പലരും ഇത് മനസ്സിലാക്കുന്നത്. ആന്റോ ആന്റണിയുടെ കാർമ്മികത്വത്തിൽ നടന്ന വൻ സഹകരണ മേഖലയിലെ വെട്ടിപ്പാണ് മൂന്നിലവ് പൂഞ്ഞാർ സഹകരണ ബാങ്കുകളിലുള്ളത്. ആന്റോ ആന്റണി തന്നെ തലപ്പലം ബാങ്കിൽ ഇപ്പോഴും വായ്പ എടുത്തിട്ട് കുടിശ്ശികയായി നിൽപ്പുണ്ട്. ഞങ്ങൾ നോമിനേഷൻ്റെ സ്ക്രൂട്ടറി സമയത്ത് അവിടെ ഇത് പ്രശ്നം ഉയർത്തിയിരുന്നു. സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുത്താൽ അത് കുടിശ്ശികയാണ്. കാരണം സഹകരണ ബാങ്ക് ഗവൺമെൻറ്റിൻ്റെ ഷെയറുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് നോട്ടീസ് നൽകിയില്ല എന്നൊരു സാങ്കേതികത്വം പറഞ്ഞാണ് നോമിനേഷൻ അക്സെപ്റ്റ് ചെയ്തത്. നോട്ടീസ് നൽകേണ്ടത് ബാങ്കിൻ്റെ ഭരണസമിതിയാണ്. അത് UDF നിയന്ത്രിക്കുന്ന ബാങ്കാണ്. ഇപ്പോൾ മൂന്നിലവ് ബാങ്ക്, അവിടെയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജെയിംസ് ആന്റണി സെക്രട്ടറി ആയിരുന്നു. ഇതിൻ്റെ എല്ലാം ഫലമായി കാലങ്ങളായി UDF ഭരിച്ചിരുന്ന ആ ബാങ്ക് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിലേക്ക്. പക്ഷേ ബാങ്കിൽ പണമില്ല. എല്ലാം വല്ലാത്ത പ്രതിസന്ധിയിലാണ് ബാങ്ക്. അപ്പോൾ ഞങ്ങൾ സഹാരികളുടെ പിന്തുണയോടുകൂടി നല്ലവണ്ണം ബാങ്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള സജീവ പ്രവർത്തനം നടക്കുന്നു. ഇവരെല്ലാം നടത്തിയിട്ടുള്ള വൻ അഴിമതിക്കും തീവട്ടിക്കൊള്ളയ്ക്കുമെതിരെ ഒരു നാട് പ്രതികരിച്ചതിൻ്റെ ഫലമായിട്ടാണ് കാലങ്ങളായി UDFൻ്റെ കയ്യിലിരുന്ന, ഒരിക്കൽ പോലും LDFൻ്റെ ഒരാൾ പോലും ജയിക്കാത്ത ആ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ LDFന് ഭരണം കിട്ടുകയും CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള വനിതാ സഖാവ് ഇപ്പോൾ ഇതിൻ്റെ പ്രസിഡൻ്റാകുകയും ചെയ്തു. പൂഞ്ഞാർ ബാങ്കിൽ ഉണ്ട്. പൂഞ്ഞാർ ബാങ്കിൻ്റെ സെക്രട്ടറി ആയിരുന്നു ആന്റോ ആന്റണിയുടെ സഹോദരൻ. പ്രസിഡൻ്റായിരുന്നു. മൂന്നിലവ് ബാങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ സെക്രട്ടറി ആയിരുന്നു. പൂഞ്ഞാർ ബാങ്കിൽ മൂന്നിലവ് ബാങ്കിൽ പ്രസിഡൻ്റായിരുന്നു ആന്റോ ആന്റണിയുടെ സഹോദരൻ. പൂഞ്ഞാർ ബാങ്കിൽ സെക്രട്ടറി ആയിരുന്നു. അവിടെയും ഇതുപോലെ തന്നെ ചാൾസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡെയ്സി, അവരുടെ വീട്ടിൽ ജോലിക്ക് വരുന്നവർ ഒക്കെ പേരിൽ വായ്പ എടുത്തിരിക്കുകയാണ്. ഇത് വൻ ഒരു കൊള്ളയാണ്. അത് ആന്റോ ആന്റണിയുടെ കാർമ്മികത്വത്തിൽ UDF കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഒരു തീവട്ടിക്കൊള്ളയാണ്. കരുവന്നൂർ ബാങ്ക് പറയുമ്പം ഇതെല്ലാം കേരളത്തിലെ മാധ്യമങ്ങളും ഞങ്ങൾ നിരവധി തവണ ഇത് ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ്. ഇതെല്ലാം മറച്ചു വെക്കുകയാണ്. അതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്താനും ബന്ധപ്പെട്ടവരെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും വേണ്ടി ഇപ്പോൾ സഹകരണ വകുപ്പ് നീങ്ങിയിട്ടുണ്ട്. അത്രയും ആശ്വാസകരമാണ്. വിവരങ്ങളുമായി സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ്. സുജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അച്ഛന. സുജു, വലിയ ആരോപണം, ഗുരുതരമായ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളായിട്ടുള്ള AV റസൽ ഉന്നയിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്?
അഞ്ജന, തീർച്ചയായിട്ടും വലിയ ഒരു ആരോപണം തന്നെയാണ് ആന്റോ ആന്റണിക്കെതിരെ കോട്ടയം CPM ജില്ലാ സെക്രട്ടറി AV റസൽ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. റസൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, പത്തനംതിട്ട ജില്ലയിൽ അല്ലെങ്കിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ആന്റോ ആന്റണിയും UDF-ഉം കരുവന്നൂർ ബാങ്ക് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രചരണ ആയുധമാക്കുന്നുണ്ട്. അത്തരത്തിൽ പ്രചരണ ആയുധമാക്കാൻ UDF ക്യാമ്പിന് അർഹതയില്ല, യോഗ്യതയില്ല എന്നതിനാണ് AV റസൽ പറയുന്നത്. അതിന് ഉദാഹരണമായിട്ടാണ് ആന്റോ ആന്റണിയുടെ സഹോദരന്മാരുടെ പേരിൽ പുറത്തു വന്നിട്ടുള്ള അല്ലെങ്കിൽ മുമ്പ് വാർത്തയാക്കപ്പെട്ടിട്ടുള്ള തട്ടിപ്പ് വിവരങ്ങൾ. അതായത് പൂഞ്ഞാർ സർവീസ് സഹകരണ ബാങ്കും മൂന്നലവ് സർവീസ് സഹകരണ ബാങ്കും, ഇത് പൂഞ്ഞാർ നിയമസഭാ നിയോജക മണ്ഡലത്തിലുള്ള രണ്ട് ബാങ്കുകളാണ്. പൂഞ്ഞാർ സർവീസ് സഹകരണ ബാങ്ക് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലും, അതിനാൽ മൂന്നലവ് സർവീസ് സഹകരണ ബാങ്ക് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലുമാണ്. ഇതിൽ റസൽ പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്ന മൂന്നലവ് സർവീസ് സഹകരണ ബാങ്കിൽ ആന്റോ ആന്റണിയുടെ സഹോദരൻ ജെയിംസ് ആന്റണി, അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ട വ്യക്തിയാണ്, മരിച്ച വ്യക്തിയാണ്. അദ്ദേഹം ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ മതിപ്പ് വിലയെക്കാട്ട് കൂടുതൽ ലോൺ നൽകി. അതായത് 10 ലക്ഷം രൂപ വരെയാണ് ഒരാൾക്ക് ലോൺ നൽകാൻ പരിധിയെങ്കിൽ അത് ഒരു വസ്തു തന്നെ പണയപ്പെടുത്തി വിവിധ ആളുകൾക്ക് ഈ പരിധി മറികടന്നുകൊണ്ട് ലോൺ നൽകുകയും, ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു വസ്തുവിന്റെ വില ഒരു 10 അവിടുത്തെ ഒരു ഏക്കർ റബ്ബർ തോട്ടത്തിന്റെ വില 50 ലക്ഷം ആണെങ്കിൽ അതിന്റെ ഇരട്ടി വിലയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ 3 ഇരട്ടി വിലയ്ക്ക് ലോൺ കൊടുത്തു എന്ന ആരോപണമാണ് AV റസൽ മുൻപോട്ട് വെക്കുന്നത്. ഇതുപോലെ തന്നെയാണ് മൂന്നിലവ് സർവീസ് സഹകരണ ബാങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ ചാൾസ് ആന്റണി സെക്രട്ടറി ആയിരുന്ന കാലഘട്ടം ഇത്തരത്തിൽ അനധികൃതമായി UDF-ന്റെ നേതാക്കൾക്ക്, അതുപോലെ ഇവരുടെ ആന്റോ ആന്റണിയുടെയും ചാൾസ് ആന്റണിയുടെയും കുടുംബാംഗങ്ങൾക്കും അതായത് ഇവർ ഈ കുടുംബത്തിന്റെ ബന്ധുമിത്രങ്ങൾക്കൊക്കെ തന്നെ തെറ്റായ രീതിയിൽ ലോൺ കൊടുത്തു എന്നാണ് AV റസൽ ഇപ്പോൾ മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഇതിൽ റസൽ ചൂണ്ടിക്കാട്ടുന്ന വിഷയത്തിൽ മുമ്പ് ഇരു ബാങ്കുകളുടെയും കാര്യത്തിൽ ഓഡിറ്റ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ആ ഓഡിറ്റ് റിപ്പോർട്ടിലും ഇത്തരം പരാമർശങ്ങളുണ്ട് എന്ന് തന്നെയാണ് ആ സഹകാരികളുമായി ബന്ധപ്പെടുമ്പോൾ അവരും അവകാശപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രണ്ട് ബാങ്കുകളുടെ കേസ് ഇപ്പോൾ കോടതിയിലും നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേസാണ്. അതിൽ AV റസൽ മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം, ഈ രണ്ട് ബാങ്കിൽ നടന്ന തട്ടിപ്പുകൾക്ക് പിന്നിലും ആന്റോ ആന്റണിയാണ്. ആന്റോ ആന്റണിയുടെ നേതൃത്വത്തിൽ നടന്ന വൻ കൊള്ളയെന്നാണ് AV റസൽ ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഇത് കോട്ടയം ജില്ലാ സെക്രട്ടറി ഇത്തരം ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇങ്ങനൊരു ആരോപണത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരം പ്രതികരണത്തിലേക്ക് അദ്ദേഹത്തിനെ എത്തിച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ വ്യാപകമായി CPIM നേതൃത്വത്തിൽ ബാങ്ക് ക്രമക്കേടുകളൊക്കെ നടത്തുന്നതാണ് കോൺഗ്രസിന്റെ നേതാക്കൾ പത്തനംതിട്ടയിൽ എത്തി ചിലപ്പോൾ പലപ്പോഴും അവർ ആരോപിക്കുന്നത്. എന്നാൽ പത്തനംതിട്ട ജില്ല അല്ലെങ്കിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഉയർന്നു വന്ന ഇത്തരം ആരോപണങ്ങൾ അത് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ ഇത്തരം ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും അഞ്ജന, വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. ഈ വിഷയത്തിൽ ഇനിയും കൂടുതൽ പ്രതികരണങ്ങളും ഒക്കെ ആരായപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് അഞ്ജന. ശരി സുജു, എന്തായാലും വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണിക്കെതിരായി വരുന്നത്. പൂഞ്ഞാർ മൂന്നിലവ് ബാങ്കുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള തട്ടിപ്പ് അദ്ദേഹത്തിന്റെ സഹോദരന്മാർ ആ ബാങ്കിൽ വിവിധ ചുമതലകൾ വഹിക്കുന്ന കാലഘട്ടത്തിൽ നടത്തി എന്ന വളരെ ഗുരുതരമായ ആരോപണം കോട്ടയം ജില്ലാ സെക്രട്ടറി CPM-ന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറിയായ AV റസൽ മുന്നോട്ട് വയ്ക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും വാർത്തകളും ഒക്കെ നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട്.